ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കൺസംഷൻ പസിലാണ് സൈമൺ കുസ്നെറ്റിൻ്റെ. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. Economist Simon Kuznets constructed new aggregate data on consumption and income dating back to 1869. Kuznets assembled these data in the 1940s and would later receive the Nobel Prize for this work. ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള സൈമൺ കുസ്നെറ്റ് 1869 മുതലുള്ള കൺസംഷനും ഇൻകവും അടങ്ങുന്ന ഒരു ഡാറ്റ കൺസ്ട്രക്ട് ചെയ്യുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം 1940കളിൽ ഈ ഡാറ്റയൊക്കെ ഒരുമിച്ച് കൂട്ടി. ഈ ഒരു വർക്കിന് പിന്നീട് അദ്ദേഹത്തിന് നൊബേൽ പ്രൈസൊക്കെ കിട്ടി. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻ ദി ഷോർട്ട് റൺ APC ഈസ് ഡിക്ലൈനിങ്, ബട്ട് കുസ്നെറ്റ്സ് ഡിസ്കവേർഡ് ദാറ്റ് APC ഈസ് ഡസൻറ്റ് ഡിക്ലൈനിങ്. മുൻപത്തെ വീഡിയോയിൽ JM കെയ്ൻസിൻ്റെ അബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് നമ്മൾ ഡിസ്കസ് ചെയ്യുണ്ടായി. അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു ഷോർട്ട് റണ്ണിൽ APC ഈസ് ഡിക്ലൈനിങ്. പക്ഷേ അതിന് വിപരീതമായിട്ട് കുസ്നെറ്റ് ഒരു പുതിയ ഫൈൻഡിങ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. APC ഈസ് ഡസൻറ്റ് ഡിക്ലൈനിങ്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ദ കെയ്നീഷ്യൻ കൺസംഷൻ ഫംഗ്ഷൻ ഹൈപ്പോത്തസിസ് വാസ് ബേസ്ഡ് നീദർ ഓൺ എനി തിയററ്റിക്കൽ ഫൗണ്ടേഷൻ or any statistical study. It is mainly based on intuition. അതായത് കുസ്നെറ്റ് പറയുന്നത് കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ഹൈപ്പോത്തസിസ് ഒരു തിയററ്റിക്കൽ ഫൗണ്ടേഷനെയോ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡിയെയോ ബേസ് ചെയ്തിട്ടുള്ളതല്ല. അത് പ്രധാനമായിട്ടും ഒരു ഇൻഡ്യൂഷനെ, ഒരു ഊഹത്തിൻ്റെ പുറത്ത് ഉണ്ടാക്കിയതാണ് എന്നാണ് കുസ്നെറ്റ് പറയുന്നത്. Two types of data are used to test the validity of the Keynesian hypothesis. One is cross-section budget studies and the other is time series data. എന്നിട്ട് കുസ്നെറ്റ് കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ്റെ വാലിഡിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് ഡാറ്റ യൂസ് ചെയ്യുകയാണ്. ഒരെണ്ണം ക്രോസ് സെക്ഷൻ ഡാറ്റയാണ്, മറ്റൊരെണ്ണം ടൈം സീരീസ് ഡാറ്റയാണ്. In the budget studies data, we have information on consumption and income of families of different income groups within a year. ക്രോസ് സെക്ഷൻ ഡാറ്റയായിട്ടുള്ള ബജറ്റ് സ്റ്റഡിയിൽ കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ഇൻകം ഗ്രൂപ്പിലുള്ള ഫാമിലീസിൻ്റെ കൺസംഷനും ഇൻകവും ഒരു ഇയറിലത് എത്രയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇൻ ദി ടൈം സീരീസ് ഡാറ്റ വി ഹാവ് ഇൻഫർമേഷൻ ഓൺ ടോട്ടൽ കൺസംഷൻ ആൻഡ് ടോട്ടൽ ഇൻകം ഫോർ എ നമ്പർ ഓഫ് ഇയേഴ്സ്. നമുക്കറിയാം ടൈം സീരീസ് ഡാറ്റ എന്ന് പറയുന്നത് ഒരു പീരിയഡ് ഓഫ് ടൈമിലെ വേരിയബിൾസ് ഉൾപ്പെടുന്ന ഡാറ്റയാണ്. അപ്പോൾ ഒരു നമ്പർ ഓഫ് ഇയേഴ്സിലുള്ള ടോട്ടൽ കൺസംഷനും ടോട്ടൽ ഇൻകവും എത്രയാണെന്നും കൂടെ കളക്ട് ചെയ്യുകയുണ്ടായി. നെക്സ്റ്റ് പോയിന്റ്, സോ ബജറ്റ് സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ദ APC ഡസ് ഡിക്ലൈൻഡ് വിത്ത് ഇൻകം. Evidence shows that consumption function fitted to the budget study data tends to be non-linear. Short-run time series data produced non-linear and non-proportional consumption function. അതായത് ക്രോസ് സെക്ഷൻ ഡാറ്റ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇൻകം കൂടുന്നതിനനുസരിച്ച് APC കുറയുന്നുണ്ട്. ആസ് കെയ്ൻസ് സെഡ്, കെയ്ൻസ് പറഞ്ഞ പോലെ തന്നെ ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, APC കുറയുന്നുണ്ട്. പിന്നീട് നമ്മൾ ആ ക്രോസ് സെക്ഷൻ ഡാറ്റയെ ഗ്രാഫിക്കലി പ്രസൻറ്റ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഒരു കൺസംഷൻ ഫംഗ്ഷൻ നോൺ ലീനിയർ ആണ്, നോൺ പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ളത്. നെക്സ്റ്റ്, ഇൻ 1946 കുസ്നെറ്റ്സ് പബ്ലിഷ്ഡ് ലോങ് റൺ സീരീസ് ഡാറ്റ ഫോർ ദി USA which showed that the long run APC had not fallen as national income had increased but was on the whole quite stable consumption function is obtaining. എന്നാൽ 1946 കുസ്നെറ്റ് ലോങ് റൺ ടൈം സീരീസ് ഡാറ്റ, USAയുടെ ലോങ് റൺ ടൈം സീരീസ് ഡാറ്റ പബ്ലിഷ് ചെയ്യുകയുണ്ടായി. അതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, എന്താ, ഇൻകം കൂടുന്നതിനനുസരിച്ച് APC എന്ത് ചെയ്യുക, കുറയുന്നില്ല. നാഷണൽ ഇൻകം കൂടുന്നതിനനുസരിച്ച് APC കുറയുന്നില്ല, അത് സ്റ്റേബിളായിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, such that long run APC and MPC are both constant and equal to K. അതായത് ലോങ് റണ്ണിലെ APCയും MPCയും കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് K എന്നൊരു ടേം യൂസ് ചെയ്തിരിക്കുന്നു. നമ്മൾ കെയ്ൻസിൻ്റെതിൽ പറഞ്ഞിരുന്നു MPC കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയും APC ഡിക്ലൈൻ ചെയ്യുകയാണെന്ന്. എന്നാൽ കുസ്നെറ്റ് ഒരു പുതിയ ഫൈൻഡിങ്സ് കൊണ്ടുവരികയാണ്.
ലോങ് റണ്ണിൽ എ പി സിയും എം പി സിയും കോൺസ്റ്റൻ്റ് ആണ്, എ പി സി കുറയുന്നില്ല. ദിസ് ടൈപ്പ് ഓഫ് കൺസംഷൻ ഫങ്ഷൻ ഈസ് പ്രൊപ്പോർഷൻ ടു 1. അതായത് എ പി സിയും എം പി സിയും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസംഷൻ ഫങ്ഷൻ എൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, empirical studies shows that the long run MPC is considerably higher than the short run consumption. നമ്മൾ ഡാറ്റയൊക്കെ കളക്ട് ചെയ്ത് നടത്തുന്ന സ്റ്റഡിയാണ്. അപ്പോൾ ആ ഡാറ്റ പരിശോധിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഷോർട്ട് റണ്ണിലുള്ള എം പി സിയേക്കാൾ കൂടുതലായിരിക്കും ലോങ് റണ്ണിലുള്ള എം പി സി എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു കുസ്നെറ്റ്, കൺസംഷൻ ഫംഗ്ഷൻ ക്യാൻ ബി റിട്ടേൺ ആസ് സി ഈസ് ഈക്വൽ ടു ബി വൈ. അതായത് ഇവിടെ ഓട്ടോണമസ് കൺസംഷൻ ഇല്ല. കൺസംഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇൻകം ആണ്. ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നത്, കൺസംഷനും കൂടുന്നുണ്ട്. ഓക്കെ, കുറയുകയല്ല ലോങ് റണ്ണിൽ ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സ്റ്റഡീസ് ഓഫ് ഹൗസ് ഹോൾഡ് ഡാറ്റ ആൻഡ് ഷോർട്ട് ടൈം സീരീസ് ഫൗണ്ട് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം സിമിലർ ടു ദ വൺ കെയ്ൻസ് കൺജക്ചേർഡ്. അതായത് കുസ്നെറ്റ് ക്രോസ് സെക്ഷൻ ഡാറ്റ യൂസ് ചെയ്ത് നടത്തിയ സ്റ്റഡിയിൽ കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കെയ്ൻസ് പറഞ്ഞതുപോലെയാണ്. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, കൺസംഷൻ കുറയുന്നുണ്ട്. അവിടെ ഒരു നോൺ പ്രൊപ്പോർഷണൽ റിലേഷൻഷിപ്പാണ് കാണാൻ പറ്റുന്നത്. ബട്ട് സ്റ്റഡീസ് ഓഫ് ലോങ് ടൈം സീരീസ് ഫൗണ്ട് ദാറ്റ് ദ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഡിഡ് നോട്ട് വേരി സിസ്റ്റമാറ്റിക്കലി വിത്ത് ഇൻകം. ദിസ് റിലേഷൻഷിപ്പ് ഈസ് കോൾഡ് ദി ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ. എന്നാൽ എന്താണ് പറയുന്നത്, ലോങ് റൺ ടൈം സീരീസ് ഡാറ്റ യൂസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റഡിയിൽ പുതിയൊരു ഫൈൻഡിങ്സ് ആണ് വരുന്നത്. അതായത് ഇൻകം കൂടുന്നതിനനുസരിച്ച് എ പി സി കുറയുന്നില്ല എന്നുള്ളത്. സോ ഈ ഒരു റിലേഷൻഷിപ്പിനെയാണ് ലോങ് റൺ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എല്ലാം കൂടെ സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. Notice that short run consumption function has a falling average propensity to consume, whereas the long run consumption function has a constant propensity to consume. അതായത് ഷോർട്ട് റണ്ണിൽ എ പി സി ഡിക്ലൈൻ ചെയ്യുകയും ലോങ് റണ്ണിൽ എ പി സി കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയുമാണ് ചെയ്യുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു പസിലാണ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ തിയറിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു പുതിയ ഫൈൻഡിങ്സ് ആണ് കുസ്നെറ്റ് കൊണ്ടുവരുന്നത്. കെയ്ൻസ് പറഞ്ഞത് തെറ്റാണെന്ന് പറയുന്നില്ല. ഷോർട്ട് റണ്ണിൽ കെയ്ൻസ് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. പക്ഷേ ലോങ് റണ്ണിലോട്ട് വരുമ്പോൾ കെയ്ൻസിൻ്റെ തിയറിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഫൈൻഡിങ്സ് ആണ് കുസ്നെറ്റ് കൊണ്ടുവരുന്നത്. അതായത് കൺസംഷനും ഇൻകവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഷോർട്ട് റണ്ണിലേത് പോലെയല്ല എന്നുള്ളൊരു പുതിയ ഫൈൻഡിങ്സ് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കൺസംഷൻ ഫംഗ്ഷൻ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.